February 22-നാണ് നമ്മുടെ എക്സാം. ഇനി എത്ര ദിവസമുണ്ട്? ഏകദേശം 60 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ഈ ദിവസങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 60 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ടൈം ടേബിളിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ, ഞാൻ ധന്യ. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമ്മൾ സെറ്റ് ചെയ്ത ടൈം ടേബിൾ ഇതാണ്. അപ്പോൾ ആദ്യം ഡേ 1 നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ഡേ 60 പോകുന്തോറും നമുക്കറിയാലോ, എക്സാമിനോട് അടുക്കുമ്പോഴാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് പഠിക്കുന്നത്. സോ 60 ഡേയ്സ് എത്താറാവുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടോപ്പിക്സ് കൊടുക്കുന്നതും പ്രോപ്പർ റിവിഷനും കൂടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ഡേ 1 ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ്, ക്വസ്റ്റൻ ടാഗ്, ദെൻ ഡാൻസ് ഫോംസ്, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ആൻഡ് ഡേ 2 പ്രപ്പോസിഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഡേ 3, ഡേ 4, ഡേ 5, അങ്ങനെ ഡേ 7 എടുക്കുന്ന സമയത്ത് നമ്മളൊരു റിവിഷനായിട്ട് ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. ഡേ 8 എന്താണ്, റിവിഷനാണ്. കാരണം കൃത്യമായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസം പഠിച്ചുകൊണ്ട് മാത്രം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടെൻഷൻ ആയി പോവും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റിവിഷനും കൂടെ ഒരു സമയം കൊടുത്ത് ദെൻ അതിനുശേഷം ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി ഡെയിലി വർക്കൗട്ട്സും കൂടെ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ഈസി ആയിട്ട് നമ്മുടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ഡേ 9 എടുക്കുമ്പോൾ ടെൻസസ് ഇൻ കണ്ടീഷൻ സെന്റൻസസ്, ഓക്സിലറി വെർബ്, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, അങ്ങനെ മാത്സ് ടോപ്പിക്സും കൂടെ അതിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മാത്സ് കൊടുക്കുന്നുണ്ട്. ദെൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇവിടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു 60 ഡേയ്സ് ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ടൈം എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇനി നമ്മുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുന്നിലും ഈ ദിവസങ്ങൾ മാത്രമാണുള്ളത്. സോ ഈ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കുറച്ച് പേര് പാസ്സാവും, കുറച്ച് പേര് ഫെയിൽ ആവും അല്ലേ. സോ ആ പാസ്സാവുന്ന കൂട്ടത്തിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഈ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെ 60 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഉള്ളൊരു പഠനമായിരിക്കും. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ദെൻ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ദെൻ ഞാൻ പറഞ്ഞ മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ്, ദെൻ ഡെയിലി വർക്കൗട്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു ബാച്ചിലുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ സെറ്റ് ജനറൽ പേപ്പർ പഠിക്കുന്ന സമയത്ത്, ഞാൻ ജനറൽ പേപ്പറുടെ കേസാണ് പറയുന്നത്. സോ സെറ്റ് ജനറൽ പേപ്പർ പഠിക്കുന്ന സമയത്ത് ഇനിയായിരിക്കും പല ഡൗട്ട്സും വരിക. ഇതുവരെ ഇല്ലാത്ത ഡൗട്ട്സ് ആയിരിക്കും അല്ലേ. അതായത് ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ, ഒന്നാമത്തെ ഡൗട്ട്. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് മിസ് പറയുന്നുണ്ടല്ലോ, ആ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഡെയിലി നമ്മൾ എത്ര വർക്കൗട്ട്സ് നോക്കണം? നമ്മൾ എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് എക്സാം എഴുതേണ്ടത്? എങ്ങനെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇതിൽ ഫോക്കസ് ഏരിയ, മെയിൻലി നമ്മുടെ സിലബസിൽ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്? അങ്ങനെ പല ഡൗട്ട്സും നിങ്ങൾക്ക് ഉണ്ടാവും, ശരിയല്ലേ? അങ്ങനെ പല ഡൗട്ട്സും ഉണ്ടാവും. ഇനിയായിരിക്കും ഡൗട്ട്സ് കൂടാൻ പോകുന്നത്. സോ ഈ ഡൗട്ട്സ് എല്ലാത്തിനും ഉത്തരവായിട്ട് ഈ വരുന്ന ഡിസംബർ 23 തീയതി എപ്പോഴാണ്? ഡിസംബർ 23 ഒരു വെബിനാർ സെഷനുമായിട്ട്, ഒരു ഫ്രീ വെബിനാർ സെഷനുമായിട്ട് ഞാൻ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു വെബിനാർ സെഷനിൽ അതെല്ലാം തീർക്കാം. അതിലെല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. സോ മറക്കാതെ ഈ ഒരു വെബിനാർ സെഷനിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതിന്റെ ലിങ്ക്, അതായത് ഈ വെബിനാറിന്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട്, രജിസ്ട്രേഷൻ ലിങ്ക് താഴെയുണ്ട്. അപ്പൊ അതിൽ എല്ലാവരും ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് കോൺടാക്റ്റും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. സോ ഈ നേരത്തെ കാണിച്ചിട്ടുള്ള ആ 60 ഡേയ്സ് ടൈം ടേബിളിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റ്, പേഴ്സണൽ മെന്റർഷിപ്പ് ആൻഡ് ഡെയിലി ലൈവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയതാണ് ഈ ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് വെബിനാറിന്റെ കാര്യം മറക്കണ്ട. വെബിനാർ ഡിസംബർ 23 സോ അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് കോൺടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ നമ്പറിലോട്ടും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.